അപ്പോൾ എന്നോട് ഈ വാർത്ത പറയുന്നത് ഒരു ACP ആണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ മിക്കപ്പോഴും വിളിക്കും. നമ്മൾ മീഡിയക്കാരും പോലീസുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. ഇവരുടെ ഒന്നും വന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചെറിയ സംഭവത്തിനല്ല ഈ വന്നിരിക്കുന്നത് എന്നുള്ളത്. എന്തോ വലിയൊരു സംഭവമാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴാണ് സാറ് പറയുന്നത് ചാല് പോകുന്ന കുട്ടികൾ. ചാല് പോകുന്ന കുട്ടികൾ. ചാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെൺകുട്ടികളും ഉണ്ട് ആൺകുട്ടികളും ഉണ്ട്. ബസ്സിൽ കയറി സ്കൂളിൽ പോകാതെ നേരെ ഈ ബസ്സിൽ തന്നെ പോവാം. ഇപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞത് സാറേ ഞാൻ സ്കൂളിൽ പോവാം, പക്ഷെ ഒരു ചാലെങ്കിലും പോകാൻ ഞാൻ അനുവദിക്കും. പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ളത് പോലീസിനെ അത്ഭുതപ്പെടുത്തി. പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് അമ്മയുടെ മുഖത്ത് അടിച്ചു. ശ്യാമ് ഡയറി എഴുതാറുണ്ടോ? എഴുതാറുണ്ട്. ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും എഴുതി വെക്കാറുണ്ടായിരുന്നു. കുറച്ച് കാലം കഴിയുമ്പോൾ അത് വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ സീരിയസ് ആയിട്ട് പല കാര്യങ്ങളും സീരിയസ് ആയിരിക്കും, പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ അത് നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്ത മാധ്യമ ജീവിതത്തിനിടയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്ത എന്തെങ്കിലും രസകരമായ സംഭവം ഉണ്ടോ? രസകരമായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമാണ്, ഒപ്പം ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്കത് വളരെ സീരിയസ് ആയിട്ട് തോന്നി, ഒപ്പം ഇതിനകത്തൊരു തമാശയും ഉണ്ട്. അപ്പം എന്നോട് ഈ വാർത്ത പറയുന്നത് ഒരു ACP ആണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ മിക്കപ്പോഴും വിളിക്കും. നമ്മൾ മീഡിയക്കാരും പോലീസുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഒരു ദിവസം രാവിലെ ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഡ്യൂട്ടി. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഞാൻ ഇത്തിരി തിരക്കിലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശരി സാറേ ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പുള്ളി എന്നോട് പറഞ്ഞു അല്ലേ വേണ്ട, ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞുതരാം, നീ ഒരു കാര്യം ചെയ്യും, നീ ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ക്യാമറ കൊണ്ടുവരില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല കൊണ്ടുവരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ 2 വീലർ എടുത്തു. ഞാൻ വണ്ടി എടുത്ത് പുള്ളിയുടെ ഓഫീസിൽ ചെന്നു. അപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ട്. കുറേ കുട്ടികൾ അവിടെ വിളിച്ചിരുത്തിയിട്ടുണ്ട്, കുറേ മാതാപിതാക്കളും അവിടെയുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അകത്ത് കുറേ നേരം ഇരുന്ന് അപ്പോൾ ഇവരുടെ ഒന്നും വന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചെറിയ സംഭവത്തിനല്ല ഈ വന്നിരിക്കുന്നത് എന്നുള്ളത്. എന്തോ വലിയൊരു സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പം അവരെ അകത്തേക്ക് അവർ സ്പെഷ്യൽ ഏരിയയിലേക്ക് മാറ്റിയിരുത്തിയാണ്. അപ്പം കുട്ടികളുടെ രക്ഷിതാക്കൾക്കൊപ്പമേ കുട്ടികളെ കൊണ്ടുവരാൻ പാടുള്ളൂ, അല്ലാതെ കുട്ടികളെ മാത്രമായിട്ട് പോലീസ് സ്റ്റേഷനിലൊന്നും വിളിച്ചു വരുത്താൻ പറ്റില്ല. അവർക്കൊരു സ്പെഷ്യൽ ഏരിയയും ഉണ്ട് കുട്ടികൾക്കൊക്കെ ഉള്ളത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ആണ് സാറ് വന്നിട്ട് ഞാൻ സാറിനോട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. സാറേ എന്തോ ഈ കുട്ടികളൊക്കെ വന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് സാറ് പറയുന്നത് ചാല് പോകുന്ന കുട്ടികൾ. ചാല് പോകുന്ന കുട്ടികൾ. അത് എന്താണ് ഈ ചാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ബസ് അതിൻ്റെ ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് ഒരു ചാലെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരു വണ്ടി എടുത്തെന്ന് വെച്ചു, അതിങ്ങ് തൃപ്പൂണിത്തറ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അങ്കമാലി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആലുവ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആയി. ആ ട്രിപ്പ് കംപ്ലീറ്റ് ആണ് ഒരു ചാല്. ആ വണ്ടി തിരിച്ചു വരുമ്പോൾ രണ്ടാമത്തെ ചാല്. അപ്പോൾ ഈ കുട്ടികളിൽ ഒരു വല്ലാത്തൊരു അഭിനിവേശം ഈ ബസ്സുകളോട്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമൊക്കെ വന്ന ശേഷമുണ്ടായ ഒരു ആരാധന. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെൺകുട്ടികളും ഉണ്ട് ആൺകുട്ടികളും ഉണ്ട്. ബസ്സിൽ കയറി സ്കൂളിൽ പോകാതെ നേരെ ഈ ബസ്സിലങ്ങ് പോവുക. യൂണിഫോമിൽ തന്നെയാണ്? ഇല്ല, യൂണിഫോമൊക്കെ മാറിക്കളയും. ഈ ബസ് സ്റ്റാൻഡിലെ ഈ പിന്നെ ഇതുണ്ടല്ലോ ഈ ക്ലോക്ക് റൂമുകൾ പോലുള്ള സ്ഥലങ്ങളിൽ കയറി പിന്നെ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഇവരിങ്ങനെ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഈ ബസ്സുകാർക്കൊപ്പം ഇങ്ങനെ പോവുക. ഇത് എത്രാം ക്ലാസ് വിദ്യാർത്ഥികളാണ്? പ്ലസ് ടു വരെ ഉണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 8ാം ക്ലാസ് മുതൽ 8-9 മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾ ഇത് അഡിക്റ്റാണ്. ഈ പിള്ളേർ അഡിക്റ്റാണ്. അതായത് ഈ കുട്ടികൾക്ക് ഇപ്പോൾ സാർ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞത് സാറേ ഞാൻ സ്കൂളിൽ പോവാം, പക്ഷെ ഒരു ചാലെങ്കിലും പോകാൻ ഞാൻ അനുവദിക്കണം. ഒരു ചാലെങ്കിലും അവന് ബസ്സിൽ പോകണം. അവന് ഇതിനോട് ഭയങ്കരമായിട്ടുള്ള അഭിനിവേശം. അപ്പോൾ ഇവൻ നല്ല പഠിക്കുന്നൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷേ ഇവൻ്റെ സ്വഭാവം പെട്ടെന്ന് ചേഞ്ചായി. അപ്പോൾ ഇവൻ്റെ
പിതാവ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തെ ഞാൻ പിന്നീട് പിന്നെ കത്രിക്കടവിൽ വെച്ച് അദ്ദേഹത്തെ ഞാൻ കണ്ടു. ഇപ്പോൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ ബൈറ്റ് ഞാൻ എടുത്തു. അദ്ദേഹത്തിൻ്റെ ഫീസൊന്നും നമ്മൾ കൊടുത്തില്ല, ബൈറ്റൊക്കെ എടുത്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടിയെ വളർത്തുന്നത്, ഈ പയ്യനെ. +1 പഠിക്കവൻ. ഇവൻ കുറേ നാളായിട്ട് സ്കൂളിൽ പോകുന്നില്ല, സ്കൂളിൽ എത്തുന്നില്ല. ഇവൻ സ്കൂളിലെത്താതായപ്പോഴാണ് രക്ഷകർത്താക്കൾ ഈ വിവരം അറിയുന്നത്. അപ്പോൾ അവരാദ്യം ഭയന്നു. ഇവന് വേറെ ഒരു കുഴപ്പമില്ല. ഇവൻ്റെ നോട്ട്ബുക്ക് മുഴുവൻ വരച്ചു വെച്ചിരിക്കുന്ന ബസ്സുകളുടെ ചിത്രമാണ്. ബസ്സുകളുടെ ചിത്രം വരച്ചു വെച്ചിരിക്കുക. ഇവന് നോട്ടൊന്നുമില്ല ഇതിനകത്ത്. ഇവന് ബസ്സുകളുടെ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ബസ്സിലെ ആളുകൾ കളഞ്ഞിട്ടുള്ള ടിക്കറ്റുകൾ, ഇതൊക്കെ എടുത്ത് ഇവൻ ബുക്കിനകത്ത് ഇല്ല മയിൽപ്പീലി വെക്കുന്നത് പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവൻ്റെ കളക്ഷൻ, ബസ്സിൻ്റെ കളക്ഷൻ. പിന്നെ ഇവന് ബസ്സിൻ്റെ എല്ലാ പണിയും അറിയാം. ടയർ മാറാൻ അറിയാം, പിന്നെ അതുപോലെ തന്നെ ഓയില്, അതുപോലെ ഡീസലിൻ്റെ നിലവിലെ പിന്നെ അളവ്, ഇതെല്ലാം ഇവനറിയാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയാം, വണ്ടിക്ക് ഫസ്റ്റ് ഗിയർ ഇടാൻ അറിയാം, വണ്ടി റിവേഴ്സ് എടുത്ത് ഇടാൻ അറിയാം. ഇവൻ സർവ്വ പണിയും പഠിച്ചു കഴിഞ്ഞു. വണ്ടിപ്പണി പഠിക്കുക എന്ന് പറയും. പണ്ടൊക്കെ ഈ ഇത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. വണ്ടിയിൽ പോകുന്നതോ ജോലി ചെയ്യുന്നതോ വണ്ടി ഓടിക്കുന്നതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ്. ഞാൻ കണ്ട പിതാവ് കൊച്ചിയിൽ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഇവരുടെ വീട് ആലുവയ്ക്കും പിന്നെ ഉള്ളിൽ ഒരു റൂറൽ ഏരിയയിലാണ് വീട്. ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ഫോട്ടോഗ്രാഫറാണ്, കുട്ടിയാണ്, അവൻ്റെ പിതാവിനെ എവിടെ വെച്ചാണ് കണ്ടതെന്ന് എല്ലാം പറഞ്ഞ് ഇനി സ്ഥലം കൂടെ പറഞ്ഞാൽ ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് എളുപ്പമാണ്. അപ്പോൾ ആലുവയ്ക്ക് അടുത്തൊരു റൂറൽ ഏരിയയിലാണ് അവൻ്റെ വീട്. അപ്പോൾ ഇവൻ്റെ പഠന സൗകര്യത്തിന് വേണ്ടി അദ്ദേഹം കൊച്ചിയിൽ കൊണ്ടുവന്ന്, സിറ്റിയിൽ കൊണ്ടുവന്ന് ഒരു ഫ്ലാറ്റ് അല്ല, ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ റെൻ്റ് അറിയാമല്ലോ കൊച്ചിയിലെ. അപ്പോൾ ഒരു മെട്രോ സിറ്റിയാണത്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് എടുത്തിരിക്കുകയാണ്. ഇവന് വേണ്ടിയിട്ട് മെട്രോയിൽ ഇവരെ സ്റ്റുഡൻസ് ടിക്കറ്റ് വരെ ഇദ്ദേഹം എടുത്തു കൊടുത്തിട്ട് ഇവൻ്റെ സൗകര്യത്തിന് വേണ്ടി ട്യൂഷൻ സെൻറ്ററിൽ ഇറങ്ങാൻ. ഇവൻ ഈ മെട്രോയിൽ കയറി ഇറങ്ങുന്നത് എവിടെയാണ്? ഇവനിങ് ഇങ്ങേറ്റം വന്ന് ഇറങ്ങും. എവിടെ? മഹാരാജാസിൻ്റെ അവിടെ വന്ന് ഇറങ്ങും. മഹാരാജാസിൻ്റെ അവിടെ ഇറങ്ങി ഇവൻ അടുത്ത വണ്ടിക്ക് കയറി ഫോർട്ട് കൊച്ചിക്ക് പോക്കളി. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇവൻ ഈ ബസ്സിൽ കയറുക. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഈ വണ്ടിയിൽ കയറി ഇവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ 1-2 കുട്ടികളല്ല, 32 കുട്ടികളുണ്ട് ഇവർ പോലീസ് അന്നേരം ഐഡൻറ്റിഫൈ ചെയ്തത്. ഈ ഒരു ഏരിയയിൽ മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത 32 കുട്ടികളുണ്ട്. ഈ കുട്ടികളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ രാവിലെ കയറി യൂണിഫോം മാറുക, ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതിൽ പെൺകുട്ടികളുണ്ട് എന്നുള്ളത് പോലീസിനെ അത്ഭുതപ്പെടുത്തി. പെൺകുട്ടികൾ ഉണ്ട്. പെൺകുട്ടികൾ എങ്ങനെ? പെൺകുട്ടികൾ ബസ്സിലെ ജീവനക്കാരുമായി അഫെയറാണ്. പക്ഷേ ഇവർ സ്കൂൾ ടൈമിലല്ല പോകുന്നത്. ഇവർ ട്യൂഷൻ എന്ന് പറഞ്ഞ് ശനിയാഴ്ചകളിൽ ഇറങ്ങുന്ന ഇവർ ട്യൂഷന് പോകുന്നില്ല. ശനിയാഴ്ച ഫുള്ള് ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ബസ്സിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇടസമയങ്ങളിൽ ഇവരുടെ ലവറുമായിട്ട് സംസാരിക്കുന്നു. ഇതാണ് അതിലെ രീതി. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പോലീസ് പറയുന്നതാണ്. അതായത് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എല്ലാം ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗമാണ്. പ്രത്യേകിച്ചും നമ്മുടെ കൊച്ചിയിലെ ചില പോയിന്റുകളുണ്ട്. അതായത് ഈ പോലീസ് തന്നെ സ്പോട്ട് ചെയ്തിരിക്കുന്ന MDMA പോയിന്റുകൾ. ഈ പോയിന്റുകളിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒന്ന് യൂസ് ചെയ്യപ്പെടും, 2 ഈ പറയുന്ന ലഹരിക്ക് അടിമപ്പെടും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കഥ പറഞ്ഞില്ല, അമ്മയുടെ മുഖത്തടിച്ച ഒരു പെൺകുട്ടിയുടെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വെച്ച് അമ്മയുടെ മുഖത്ത് അടിച്ചു ഒരു പെൺകുട്ടി അടിച്ച കഥ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പിന്നീട് ഉണ്ടാകും. ഈ സാധനം പിടിച്ച് പോലീസ് എവിടെ പോയെന്ന് അറിയാമോ? ഇവിടെ 3 പോക്സോ കേസ് എടുത്തു ഈ സംഭവത്തിൽ. 3 പോക്സോ കേസ്. അപ്പം ഞാനിതിൽ ചെയ്ത വാർത്ത ചാലു പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞ് ഞാനൊരു അവയർനെസ് പോലെ ഒരു വാർത്ത ചെയ്തു. അപ്പോൾ അതിൽ പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് ബൈറ്റ് തന്നു, രക്ഷിതാക്കൾ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു. ചില രക്ഷിതാക്കളൊന്നും പുറത്തോട്ട് വരാൻ തയ്യാറായില്ല, പക്ഷെ ചിലർ വന്നു. ചില രക്ഷിതാക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് വലിയ ദുഃഖം തോന്നി. ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ചില രക്ഷിതാക്കൾ വീട്ടുപണിക്ക്, ഒരു സ്ത്രീയാണെങ്കിൽ അവർ വീട്ടുജോലിക്ക് പോകുന്നതാണ്. പല വീടുകളിൽ ജോലിക്ക് കയറി വൈകുന്നേരമാണ് അവർ ഓടി വീട്ടിൽ എത്തുന്നത്. കൂടുതലും ഈ സാധാരണക്കാരുടെ മക്കളാണ് കൂടുതലും. ചിലത് റിച്ച് ആയിട്ടുള്ളവരും ഉണ്ട്, ഇച്ചിരി സാമ്പത്തികം ഉള്ളവരും ഉണ്ട്. ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ലഹരി. ഈ ബസ്സിലിങ്ങനെ ചാലു പോവുക, അതിലെ പാട്ടിങ്ങനെ കേൾക്കുക. ഈ പാട്ടുകളാ ഒരു രക്ഷിതാവിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഇവിടെ ഏറ്റവും വലിയ സൗണ്ട് സിസ്റ്റം മേടിച്ചു വെച്ച് നിനക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നീ കേട്ടോ. അവൻ അതല്ല വേണ്ടുന്നത്, അവന് ബസ്സിൽ ഇരുന്ന് കേൾക്കണം. ഈ കണ്ടക്ടർക്കും ഡ്രൈവർക്കും എതിരെ കേസ് ഈ പോക്സോ കേസിൽ 5 പേരോളം പ്രതിയായി. അവന്മാർ അതിൽ 3 പേര് ഒറ്റ കേസിലാണ് പ്രതിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേര് ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവർ ബസ് ഒതുക്കിയിട്ട് ബസ്സിനകത്ത്
ഈ പറയുന്നതിൻ്റെ ഷട്ടർ പിടിച്ചിട്ടിട്ട് വണ്ടി ഒതുക്കിയിട്ട രീതിയിൽ ഉപദ്രവിച്ചു നമ്മുടെ ആ തേവര ഭാഗത്ത് കൊണ്ടിട്ട്. പിന്നെ ബാക്കിയുള്ളത് 2 കേസുകളിൽ ഓരോരുത്തർ വീതവും പ്രതിയായി. പിന്നെ ബസ്സുകാരെ പോലീസ് പിടിച്ച് വരട്ടി, ഡ്രൈവേഴ്സിനെയും പിന്നെ കണ്ടക്ടേഴ്സിനെയും കിളിയും ഒക്കെ പിടിച്ച് വരട്ടി. പിന്നെ ഓണറിനോട് വിളിച്ച് പറഞ്ഞു, ഈ പരിപാടി കാണിക്കുവാണെങ്കിൽ ലൈസൻസ് ഞങ്ങൾ കട്ട് ചെയ്യിക്കും, ബസ്സിൻ്റെ പിന്നെ ഇത് പെർമിറ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയും എന്ന് പറഞ്ഞു. അതോടുകൂടി ഇവർ ഏകദേശമൊക്കെ ഒതുങ്ങി. അപ്പോൾ ഏതായാലും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പറയാൻ പറ്റില്ല, ഇതൊക്കെ പല മറവിലും പല രീതിയിലും പല കാര്യങ്ങളും നടക്കും. നമ്മളതിൻ്റെയൊക്കെ 4-1 പോലും അറിയാറില്ല. അറിയുന്നത് മാത്രമാണ് നമ്മൾ സമൂഹത്തിൽ നമ്മൾ അറിയിക്കുന്നത്, സമൂഹത്തെ അറിയിക്കുന്നത്.